ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജോസ്മിൻ ജിജോ. ഞങ്ങളിവിടെ നാട്ടിൽ തൃശ്ശൂരാണ് താമസിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് ബഹ്റൈനിലാണ്. ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. 4 വർഷമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. 3 പ്രാവശ്യം പ്രഗ്നൻ്റ് ആയെങ്കിലും അബോഷനായിപ്പോയി. 2 പ്രാവശ്യം പ്രഗ്നൻ്റായി അബോഷനായി പോയി കഴിഞ്ഞിട്ട് 2019 ജൂലൈയിൽ ഇവിടെ ഞാൻ കൃപാസനത്തിൽ വന്നിരുന്നു. പക്ഷേ അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. മാതാവിനോട് വന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാൻ എൻ്റെ MBA എക്സാം എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. 9 ദിവസം കൊണ്ട് 18 എക്സാം ഞാൻ എഴുതിയത്. ആ എക്സാം എല്ലാം എനിക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാക്കി തരണമേ മാതാവേ എന്ന് ഞാൻ അന്ന് പ്രാർത്ഥിച്ചിരുന്നു. മാതാവ് എൻ്റെ ആ പ്രാർത്ഥന കേട്ടു. എല്ലാ എക്സാമിനും ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ ഉടമ്പടി എടുക്കാൻ എനിക്ക് മടിയായിരുന്നു. ഞങ്ങൾ വീണ്ടും ബഹ്റൈനിലോട്ട് തിരിച്ചു പോയതിന് ശേഷമാണ് ഞാൻ 3ാമതും പ്രഗ്നൻ്റ് ആയത്. 3ാമത്തെ പ്രഗ്നൻസിയും അബോഷനായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം വന്നു. ആ സമയത്ത് എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു ഉടമ്പടി ധ്യാനം കൂടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഉടമ്പടി ധ്യാനം കൂടാൻ തുടങ്ങി. ഉടമ്പടി ധ്യാനം കൂടിയപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് ശക്തമായൊരാഗ്രഹം തോന്നി ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ആ മാസം തന്നെ ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയി. അതായത് 3ാമത്തെ അബോഷൻ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ 4ാമത് ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയി. 6 മാസം കഴിഞ്ഞിട്ടേ പ്രഗ്നൻസി ട്രൈ ചെയ്യാൻ പാടുള്ളൂ, ഹെൽത്ത് ഓക്കെ ആകണം എന്നൊക്കെയായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നത്. അങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ 6 വീക്കിലാണ് പോയത്. ഡോക്ടർ പറഞ്ഞത് ഒരു ചെറിയ സാക്ക് കാണുന്നുണ്ട്, 2 വീക്സ് കഴിഞ്ഞിട്ട് വരൂ, നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞത്. ഇതിനു മുന്നേ 3 പ്രാവശ്യം ചെറിയ സാക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പ്രഗ്നൻസി 3 എണ്ണം എനിക്ക് അബോഷനായി പോയതായിരുന്നു. ഈ പ്രാവശ്യം ആ സമയത്ത് കൊറോണ സമയമായിരുന്നു. 2020 ഞാൻ ഇവിടെ ഗൂഗിൾ മീറ്റ് വഴി പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. എന്നോട് ഇവിടെ നിന്ന് പറഞ്ഞു പേടിക്കുകയൊന്നും വേണ്ട, ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുൻപ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പോവാൻ പറഞ്ഞു. അന്ന് മുതൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൈപിടിച്ച് എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുൻപ് പ്രാർത്ഥന ചൊല്ലിയിട്ട് പോയി. അവിടെ 8 വീക്സിലെ ചെക്കപ്പിന് പോയപ്പോൾ 8 വീക്സിൻ്റെ ഗ്രോത്തും ഹാർട്ട് ബീറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ 2021 മെയ് മാസം 16-ാം തീയതി ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ തന്ന് അമ്മ മാതാവും ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ചു. ഓൺലൈൻ ഉടമ്പടിയായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഇവിടെ വന്നിട്ടാണ് തീർത്ഥാടന ഉടമ്പടി എടുത്തത്. 2 ദിവസം മുമ്പ് തിങ്കളാഴ്ചയാണ് ഞങ്ങൾ ബഹ്റൈനിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ളൂ. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. അതുപോലെ അമ്മ മാതാവ് തന്ന മകനായതുകൊണ്ട് തന്നെ ഇപ്പോൾ അവന് 2 വയസ്സായി. പ്രാർത്ഥനകളെല്ലാം അറിയാം, വചനങ്ങൾ പറയും, എല്ലാ കാര്യത്തിലും നല്ല ആക്റ്റീവാണ് മോൻ. അതിനും അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി.